റേറ്റഡ് തെലുങ്ക് സിനിമ OTT റിലീസ് ചെയ്തിട്ടുണ്ട്, തമിഴ്. നമ്മുടെ ബോംബ് സ്റ്റാർ ധ്യാൻ ശ്രീനിവാസൻ എന്നൊക്കെ പറയുന്ന പോലെ തെലുങ്കത്തെ ബോംബ് സ്റ്റാർ ആയ നിതിന്റെ സിനിമയാണ്. ആൻഡ് നിതിൻ നെവർ ഫെയിൽസ് ടു ഡിസപ്പോയിന്റ്. ഡിസപ്പോയിന്റ്മെന്റ് പറഞ്ഞ വാക്കിന് ഇത്രയും ഇമ്പോർട്ടൻസും സിൻസിയാരിറ്റിയും കൊടുക്കുന്ന വേറൊരു നടൻ ലോകത്തുണ്ടാവില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇവൻ ധ്യാൻ ശ്രീനിവാസൻ വരെ തോറ്റുപോകും. സോ ആളുടെ റോബിൻ ഹുഡ് പറഞ്ഞിട്ടൊരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും കണ്ടു തീർന്നിട്ടില്ല. അത്രയും ക്വാളിറ്റി ഉള്ള പടം. സോ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ എല്ലാ ഭാഷയിലും അവൈലബിൾ ആണ്. തമിഴത്തെ ഡബിങ് എടുത്ത് പറയണം, സീരിയലിൽ വരെ തോറ്റു, അത്രയും നല്ല ഡബിങ് ആണ്. രണ്ടുപേര് തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇടികൊണ്ടവന്റെ പറഞ്ഞ സാധനം ഇടികൊണ്ട് വീണ് കഴിഞ്ഞിട്ട് പോലും തീരുന്നില്ല. എന്തോന്നടേ പാട്ട് പാടുന്ന നീയൊക്കെ. ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയ കാര്യം ബേസിക്കലി എനിക്ക് അറിയില്ലായിരുന്നു. സ്വാസികയുടെ ഒരു ലുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് യുണീക്ക് ആയിട്ടുള്ള വായിലെ ഹാൻഡ്സും ചുരുട്ടൊക്കെ വെച്ചിട്ടുള്ള ഒരു ലുക്ക്. ഞാൻ വിചാരിച്ചു സ്വാസിക നെവർ ഡിസപ്പോയിന്റ്സ് ആണല്ലോ, കണ്ടു നോക്കാന്ന്. വല്ലാത്തൊരു ചെയ്ത്തായിപ്പോ എന്റെ പൊന്നെ ചേച്ചിന്ന് എനിക്ക് പറയാനുള്ളൂ. ഇനിയുള്ള ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ടുള്ള നാഷണൽ അവാർഡ്സിൽ ചിലപ്പോൾ ബെസ്റ്റ് പടം എന്നുള്ള കിട്ടാനുള്ള ചാൻസ് ഉള്ള ഒരു പടമാണ് തമിഴ്. കാരണം അതിനുള്ള എല്ലാ ക്വാളിറ്റിയും ഡിസേർവ് ചെയ്യുന്ന ഒരു പടം. അങ്ങനെയാണല്ലോ ഇപ്പൊ നാഷണൽ അവാർഡ്. ചിലപ്പോൾ മികച്ച നടൻ വന്നിട്ട് നിതിനായിരിക്കും. മലയാളത്തിലാണെന്ന് വെച്ചാൽ എന്തായാലും കുമ്മാട്ടിക്കളിനായിരിക്കും, അതിലൊരു സംശയം പറയുന്ന സാധനം വേണ്ട. യൂഷ്വലി എല്ലാ പടത്തിലും പോലെ ഇതിലത്തെ സെക്കൻഡ് ഹാഫ് ആദ്യം എടുത്ത് പറയണം. വർഷ ബലാമയും സ്വാസികയും തമ്മിലൊരു ഫൈറ്റ് ഉണ്ട്. ചിരിച്ച് മനുഷ്യന്റെ ഊപ്പാട് ഇളകി എന്ന് വേണമെങ്കിൽ പറയാ. ആള് വന്നിട്ട് റോമൻ റെയിൻസ് ഇടുന്ന പോലെ സ്പിയർ ഒക്കെ ഇടുന്നുണ്ട്. സോ ഇതിൽ ആദ്യം പോയിട്ട് വർഷ ബലാമ സ്വാസികയുടെ കണ്ണ് കത്തിയും കൊണ്ട് കുത്തിപ്പൊട്ടിക്കും. അപ്പൊ നമ്മളിലേക്ക് സ്വാസിക പേടിച്ച് ഓടിയെന്ന്. സ്വാസിക നേരെ വന്നിട്ട് വർഷ ബലാമേനെ എടുത്തിട്ട് കമ്പിയിൽ അങ്ങോട്ട് കയറ്റി വിടും. ആ കൊച്ച് തട്ടിപ്പോയല്ലോ പണ്ട് സങ്കടപ്പെട്ടിരിക്കുമ്പോ കമ്പി കയറിയ കൊച്ച്, വയറ്റിൽ കൂടെ കമ്പി കയറി ചോര കെട്ടി ചത്ത കൊച്ച് എണീറ്റ് വന്നിട്ട് കത്തിയും കൊണ്ട് കുത്തുന്നു. ഞാനിക്ക് മനസ്സിലാവത്തില്ല എന്തോന്ന വല്ല ഏലിയനോ വേറെ വലുതോ. എന്നിട്ട് അപ്പൊ നമ്മൾ വിചാരിക്കും പിന്നെ മരിച്ചുപോയി എന്ന്. ഇല്ല, നായകൻ വരുന്ന വരെ ആ കൊച്ചു ജീവൻ വിടില്ല. നായകൻ ഒരു 10-20 മണിക്കൂർ കഴിഞ്ഞ് വന്നിട്ടേ കൊച്ചു മരിക്കുള്ളൂ. ഈ സമയം കൊണ്ട് ആ കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് വെച്ച് ചിലപ്പോൾ രക്ഷപ്പെട്ടുണ്ടാവട്ടെ. സെക്കൻഡ് ഹാഫിൽ നിതിനും ഒരു 100 പേരും തമ്മിലൊരു ഫൈറ്റ് സീൻ ഉണ്ട്. നിതിൻ എനിക്ക് തോന്നുന്നു സൂപ്പർമാനായി മാറുകയാണ് തോന്നുന്നു. ഫൈറ്റ് സീൻ കിടുവാണ്. നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള ഫൈറ്റേഴ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു സ്ഥലത്ത് 10-100 പേരും നിതിനും തമ്മിൽ അടിയുണ്ടാവും. അവര് വന്നിട്ട് ഈ മത്തി കീറുന്ന പോലെ നിതിന്റെ മുകളിൽ ഒരു 100 കീറൽ അങ്ങ് ഇട്ട് കൊടുക്കും. നിതിന് ഒന്നും പറ്റില്ല. നിതിൻ അതേപോലെ 2 പേരുടെ മേലെ കുറച്ച് കീറൽ ഇട്ട് കൊടുക്കും. പിന്നെ ഒരു 10 മിനിറ്റ് ഷോർട്ട് ബ്രേക്ക് ആണ്. നിതിൻ ചായ കുടിച്ചിട്ട് വരാവാണ്ട് പോകും. ഇവര് പറയും ഞങ്ങൾ റെഡ് ബുൾ കുടിച്ചിട്ട് ഒന്ന് ഊർജ്ജം വെച്ചിരിക്കട്ടെ പറയും. അഗെയിൻ നെക്സ്റ്റ് ലൊക്കേഷനിൽ പോയിട്ട് ഈ 100 പേര് വേഴ്സസ് നിതിൻ അടി ഉണ്ടാവും. വീണ്ടും ഒരു 10 മിനിറ്റ് ബ്രേക്ക്. അടുത്തൊരു ലൊക്കേഷനിൽ പോയിട്ട് 100 പേരും ഈ നിതിനും തമ്മിൽ അടി ഉണ്ടാവും. ഇവന്റെയൊക്കെ വായെ കൊണ്ടേ കത്തി കയറ്റിയ പോലും ഇവന്മാര് ചാവില്ല തോന്നും. സോ അക്കാ തമ്പി പാസോ ആണ് ഇതിൽ എടുത്തു വെച്ചിരിക്കുന്നത്. സോ ഇതില് ആളുടെ ചേച്ചിയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ ലയ, തൊമ്മനും മക്കളുള്ള നായികയില്ല ആളാണ്. സോ ആളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഈ കൂട്ടം ആൾക്കാരൊക്കെ വരുന്നത്. എന്നാ സ്വന്തം ഭാര്യയെ രക്ഷിക്കാനുള്ള കഴിവ് ഭർത്താവിനുണ്ടോ? ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി, ഭർത്താവ് കൈയും കിട്ടിയിരിക്കുകയാണ്. അതായത് നിന്റെ പണ്ടാട്ടിനെയാണ് അവിടെ കത്തിയും വെച്ചിരിക്കുന്നത്, അല്ലാതെ മറ്റവന്റെ അല്ല. അവൻ പോയി രക്ഷിക്കണം. ഇവരുടെ മകളെ വന്നിട്ട് ഇവര് തട്ടിക്കൊണ്ടുപോയി, അപ്പോഴും അവൻ പോയി രക്ഷിക്കണം. തന്തേന്ന് പറഞ്ഞിട്ട് എന്തിനാ ഇരിക്കുന്നത്? അതാണ് അറിയാൻ ചോദിക്കുന്നത്. എന്നിട്ട് ഇയാള് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് വേറെ ക്ലാസ് വേറെ എടുക്കുന്നുണ്ട്. സോ ഇതിന്റെ ഫസ്റ്റ് ഹാഫ് പറയുമ്പോൾ ശരിക്കും ഒരു സീരിയൽ മോഡാണ്. സോ ഫസ്റ്റ് ഹാഫിൽ എങ്ങനെയാ വെച്ചാൽ നമ്മുടെ അണ്ണൻ ഒരു സ്പോർട്സ്മാൻ ആണ്. ആർച്ചറി ആണ് ആളുടെ ഇവന്റ്. സോ ആർച്ചറി മാത്രമല്ല, ലോങ് ജമ്പ്, അതേപോലെ ഹൈ ജമ്പ്, ഉസൈൻ ബോൾട്ടിനേക്കാൾ സ്പീഡിൽ ആൾ ഓടും. റെസ്ലിംഗ്, ബോക്സിംഗ് എല്ലാ ആൾക്കാരെയും, കാരണം ഫൈറ്റ് കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയാണ് തോന്നുക. പിന്നെ ആളുടെ കൈ ഒടിഞ്ഞിരിക്കുകയാണ് ഈ ഫൈറ്റ് നടക്കുന്നവരെ. എനിക്ക് മനസ്സിലാവാത്ത, അപ്പൊ ബാൻഡേജ് അടിച്ചിട്ട് പിന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിനാടെ കയ്യിൽ ബാൻഡേജ് ഇട്ടുണ്ടായിരുന്നു? സോ ഇതില് ആകെ നന്നായിട്ട് അഭിനയിച്ച് പറയുമ്പോൾ ഒരു കൊച്ചുണ്ട്. എനിക്ക് മറ്റേ കാന്താര സിനിമയിലെ നായികയായിട്ട് അഭിനയിച്ച ഒരു കൊച്ചു ഇതിലുണ്ട്. ആ കൊച്ചു ചോദിച്ചു ബാക്കി ഒരെണ്ണം നന്നായിട്ട് അഭിനയിച്ചിട്ടില്ല. ആ സ്വാസിക്ക് കുഴപ്പമില്ലായിരുന്നു, ഒരു കുറച്ച് വയലന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. പക്ഷെ വലിയ പെർഫോമൻസും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു സീരിയൽ ലെവൽ പടം. ഫസ്റ്റ് ഹാഫ് ഇട്ട് കേട്ടിരിക്കണം, അക്കാ തമ്പി പാസം. സോ ഇതിന്റെ കാര്യം എടുത്ത് പറയാന്ന് വെച്ചാൽ, നിതിൻ എക്സ്പ്രഷൻ ഇടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സീരിയൽ ലെവൽ എക്സ്പ്രഷനാണ്, ഇല്ലെങ്കിൽ ഒരു നിർഗുണം എന്ന് വേണമെങ്കിൽ പറയാം. സോ എല്ലാ ഭാഷയിലും അവൈലബിൾ ആണ്, വേണ്ടവർ ഇരുന്ന് കണ്ടു നോക്കുക. ചിലവർക്ക് ഇത് വൻ ഇഷ്ടാവും. എനിക്ക് ഒരു വൻ ഫ്ലോപ്പ് പടമായിട്ടാണ് തോന്നിയത്. ഇത് എന്റെ അടുത്ത് കുറെ പേര് ഇരുന്ന് കാണ് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പണ്ടാരം ഇരുന്ന് കണ്ടു കഴിഞ്ഞ്, യൂഷ്വലി ഞാൻ ഇതിന്റെ പടം കാണാറില്ല, അത്രയും ബോറായിരിക്കും കുറച്ചായിട്ട്. നമ്മൾ റോബിൻ ഹുഡ് ഇപ്പോഴും ഞാൻ കണ്ടു തീർന്നിട്ടില്ല. പക്ഷെ അത് ഞാൻ ഡേവിഡ് വാർണർ ഉണ്ടല്ലോ പറഞ്ഞിട്ട് കണ്ടു നോക്കിയതാണ്. സോ വേണ്ടവർ കണ്ടു നോക്കുക. ഇതിലൊരു വില്ലൻ ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് പറയാം കോമാളികളുടെ ഒരു ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമ എന്ന് പറയാം. അത് അതിലേറെ വലിയൊരു കോമാളി. ഇതിൽ നമ്മുടെ നിതിന്റെ ചേച്ചിയെ ജാൻസി റാണി എന്നാണ് പറയുക. അതായത് ആരെയും പേടിയില്ലാത്തൊരു കൊച്ചു എന്നുള്ള രീതിയിൽ. പക്ഷെ ഇവര് വിളിച്ച് പറയുമ്പോഴേക്കും, നിന്നെ തട്ടും പറയുമ്പോഴേക്കും പേടിത്തൂറിയായിട്ട് ഓടുന്നതാ കണ്ടത്. പേടിത്തൂറി എന്നായിരുന്നു ഈ കൊച്ചിന് പേരിടേണ്ടിയിരുന്നത്. എല്ലാവരും വയറ്റിൽ കത്തി കയറിയാലും കമ്പി കയറിയാലും അണ്ണാക്കിൽ കത്തി കയറ്റിയാലും ചാവാത്തൊരു പ്രത്യേകതരം ആൾക്കാർ